നമസ്കാരം. വെജ് കോർണറിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു എഗ്ലെസ് വാനില കപ്പ് കേക്ക് ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കപ്പ് മൈദ, 3/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് കട്ട തൈര്, പുളിയില്ലാത്ത കട്ട തൈര് നോക്കിയെടുക്കണം, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒരു 3 ടേബിൾ സ്പൂണോളം വേണം, ഒരു നുള്ളു ഉപ്പ്, വാനില എസൻസ് ഉണ്ട്, അത് 1 ടീസ്പൂൺ വേണം, ഫുഡ് കളർ യെല്ലോ ഫുഡ് കളർ എടുത്തിട്ടുണ്ട്, അതൊരു നുള്ളു മതി, ബേക്കിംഗ് പൗഡർ വേണം, അതൊരു 1 ടീസ്പൂൺ വേണം. ബേക്കിംഗ് പൗഡർ കറക്റ്റ് ടീസ്പൂൺ മെഷറിംഗ് സ്പൂൺ വാങ്ങി അത് തന്നെ അളന്ന് കറക്റ്റിന് എടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും മതി നമ്മൾ ഇന്നത്തെ കപ്പ് കേക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു ബൗളിലേക്ക് തൈര് എടുക്കുന്നു. അതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് ഒരു ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാണ്. പഞ്ചസാര നന്നായി അലിയുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഓയിൽ, സൺഫ്ലവർ ഓയിൽ എടുത്തത് ചേർക്കാം. ഒരു നുള്ള് കൈകൊണ്ട് ഒരു നുള്ള് മഞ്ഞ കളർ, യെല്ലോ ഫുഡ് കളർ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നു. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടി. അടുത്തത് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുന്നു. ഈ ബൗൾ നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് ഈ മൈദ എടുക്കുന്നു. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാണ്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു വിസ്ക് എടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊരു സീവ് എടുത്തിട്ട് ഈ മാവ് ഇതിലേക്ക് സീവ് ചെയ്തിട്ട് കൊടുക്കാം. 2-3 ഇൻ്റർവെല്ലിൽ സീവ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം. ബീറ്റർ ഉപയോഗിക്കേണ്ട, ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ഇളക്കി എടുത്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ എഗ്ലെസ് കേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് മുട്ട ചേർക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് ഈ ഒരു പ്രോസസ്സിലാണ് ഇരിക്കുന്നത്. ഇത് ഒട്ടും പ്രഷർ കൊടുക്കാതെ ഇളക്കിയെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്യാം. ഇതൊരു ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നട്ട്സ് ആഡ് ചെയ്യാം, അല്ല ചോക്ലേറ്റ് ചിപ്സ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർക്കുന്നതിന് മുമ്പ്, ഇപ്പം നട്ട്സ് ആണെങ്കിലും ടൂട്ടി ഫ്രൂട്ടി ആണെങ്കിലും ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മാവിൽ നിന്ന് ഒരു സ്പൂൺ മാവെടുത്ത് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ചേർക്കുന്ന നട്ട്സോ എന്താണെന്ന് വെച്ചാൽ അത് താഴെ പോയി കിടക്കും. ബേക്ക് ചെയ്ത് കേക്ക് റെഡിയായി വരുമ്പം അത് താഴെ പോയി സിങ്കായി പോകും. അത് സിങ്ക് ആവാതിരിക്കാനാണ് നമ്മൾ നട്ട്സ് അല്ല ടൂട്ടി ഫ്രൂട്ടി ആയിരുന്നാലും ഒന്ന് മാവിൽ ഇളക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഞാനൊരു സ്പാറ്റില എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട. ജസ്റ്റ് ഈ ടൂട്ടി ഫ്രൂട്ടി ഒന്ന് എല്ലായിടത്തും ഈവണായിട്ട് ഇളകിയാൽ മതി. ഇതോടൊപ്പം തന്നെ നമുക്ക് ഈ ഓവൻ ഈ സമയം കൊണ്ട് 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യണം. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ഇനി നമുക്ക് കപ്പ് കേക്ക് ലൈനർ എടുക്കാം. നമുക്ക് കപ്പ് കേക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലൈനേഴ്സ് വെക്കുകയാണ്.
ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഐസ്ക്രീം സ്കൂപ്പ് ഉപയോഗിച്ചിട്ടാണ് ബാറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒരു സാധാരണ സ്പൂൺ ഉപയോഗിച്ചാലും മതിയാവും. നമ്മൾ ഓരോ ലൈനറിൻ്റെയും അരയിൽ കുറച്ചുകൂടി കൂടുതൽ അത്രേ ഫില്ല് ചെയ്യാവുള്ളൂ. കാരണം ഇത് ബേക്ക് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി റൈസായി വരും. ഇപ്പോൾ കപ്പ് കേക്ക് ലൈനേഴ്സ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഓവനിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബേക്ക് മോഡിലിട്ടിട്ട് ഒരു 30 മിനിറ്റ്സ് 25 to 30 മിനിറ്റ്സ് ആണ് 180 ഡിഗ്രിയിൽ വെക്കുന്നത്. അത് 25 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ 30 മിനിറ്റ്സ് വരെ വയ്ക്കാം. ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയെന്ന് ടൂത്ത് പിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോഴത്തേക്കും ബാറ്റർ സ്റ്റിക്ക് ആവരുത്. അതാണ് റെഡി ആയിട്ടുണ്ടെന്നുള്ള സിഗ്നൽ. അപ്പോൾ നമ്മളത് നോക്കുമ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി സെർവ് ചെയ്യാം. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു എഗ്ലെസ് കേക്ക് നല്ലൊരു സ്പോഞ്ച് സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ളൊരു എഗ്ലെസ് കപ്പ് കേക്കാണിത്. ഇത് കേക്കായിട്ട് നമുക്ക് ഒരു പാനിൽ ഒഴിച്ച് കേക്കായിട്ടും ഈ ബാറ്റർ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.